ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം വൈകുന്നേരമായി ഒരു 3:30 കഴിഞ്ഞായിരുന്നു ബാങ്കൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ അടുപ്പിൽ കുറച്ച് ചായക്കുള്ള വെള്ളം വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു. എന്താ പച്ച മാങ്ങായിട്ടാണ് നമുക്ക് കിട്ടിയത്. അത് പിന്നെ നമ്മൾ പഴുപ്പിക്കാൻ വെച്ച് അത് പഴുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അതിൽ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറൊക്കെ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൽ സീഡ് കളഞ്ഞിട്ട് സീഡ് കളയുന്നവർ ഞാൻ ഒന്ന് നല്ല വൃത്തിയായിട്ട് അത് ഇതായിട്ട് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം പിന്നെ വീണ്ടും എന്തൊക്കെയോ ജോലി ഉണ്ടായിരുന്നു. അതിന് ശേഷം അത് കഴിഞ്ഞ് വന്ന് നോക്കിയതിന് ശേഷം വിനീഗറിൻ്റെയും പഴുത്ത മാങ്ങയുടെ ടേസ്റ്റ് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മധുരവും കൂട്ടിയൊക്കെ കഴിച്ചപ്പം എനിക്ക് പറയുമ്പോഴേ നാവിന് വെള്ളം ഊറുകയാണ്. അപ്പം ആ മാങ്ങയുടെ കളർ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. അപ്പം താത്തയുടെ മോൾ അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ? ഞാൻ ആ ദിവസം കടന്നിട്ട് ഏതോ ഒരു റീൽസ് കണ്ടിട്ടിരുന്നപ്പോഴാണ് ഞാൻ എവിടെയോ ഇത് കണ്ടത്. അപ്പം താത്തയുടെ മോൾ പറഞ്ഞു, ഞാൻ കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോഴത്തേക്കും അവൾ കഴിച്ച് നോക്കിയായിരുന്നേ. അപ്പം എന്താ പറയാൻ, നമുക്ക് ഈ വിനീഗറിൻ്റെ പുളിപ്പൊക്കെ ഉണ്ടല്ലോ, അതും മധുരമൊക്കെ ആയിട്ട് എരിവും അതൊക്കെ ആയിട്ട് ഒരു നല്ല, ഞാൻ പിന്നെ ഈ പച്ചമുളക് ഒരുപാടൊന്നും അങ്ങനെ കൈ കൊണ്ട് ഇതാക്കാൻ നിന്നില്ല. ഭയങ്കര എനിക്ക് പെട്ടെന്ന് എരിയും കൈക്ക്. അപ്പം ഞാൻ അധികം അങ്ങനത്തെ ജോലിയൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ സാധാരണ നമുക്ക് മിക്സിയിൽ പച്ചമുളകൊക്കെ ഞാൻ ഇതാക്കാറുണ്ട്. എന്നാൽ ഇത് എന്തോ ഒരു പേടി പോലെ. എന്നിട്ട് കുറച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് കുറച്ച് എരിവിനായിട്ട് ചെയ്തിട്ട് അപ്പോൾ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് മോളെ കണ്ടുകൊണ്ട് ഞാൻ അവളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞു, നിൻ്റെ ഫേസ് കാണിക്കില്ല, കുറച്ച് കാണിക്കും, കുഴപ്പമില്ല, നീ അത് ടേസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഞാൻ വെള്ളം വെച്ചിരുന്നല്ലോ. അപ്പോൾ ചായക്ക് തിളച്ച് കഴിഞ്ഞു. പിന്നെ അതും ഞാൻ കുടിച്ച് കുറച്ചേ ഉണ്ട്, ഒരു മാങ്ങയുടെ പൾപ്പാണ് കിട്ടിയത്. അതും ഞാൻ ഒറ്റയ്ക്കായിരുന്നോണ്ട് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ചായക്ക് പിന്നെ എന്താ കഴിക്കാനെന്ന് നോക്കിയപ്പോഴത്തേക്കും ഉമ്മ മക്രോണി എന്താണ് മേടിച്ചതെന്ന് തോന്നുന്നു. ഉമ്മ പൊരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിക്കുന്നത്, അതാണ് സംഭവം എന്ന് വിചാരിച്ച് ഈ മക്രോണി അങ്ങനെ എന്തോ ഒരു പാസ്ത മോഡൽ, അത് നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിക്കുന്നത് സെപ്പറേറ്റ് കിട്ടാറുണ്ടല്ലോ, അത് മേടിച്ചായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് എന്താ പറയുക, ചീസി പാസ്ത ഉണ്ടാക്കാം വൈറ്റ് സോസ് വെച്ചിട്ട്. അപ്പോൾ ചീസില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ചീസ് മാറ്റിയിട്ട്, അതുമല്ല ചീസ് ഞങ്ങൾ അധികം കഴിക്കാറില്ല. ബർഗറിലൊക്കെ ഇരുന്നാലും ഇതിലിടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മണമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചീസും പിന്നെ ബട്ടറൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരിത്. അപ്പോൾ അതിനിടയിൽ എനിക്ക് ബാക്കിയുള്ള വീഡിയോകളൊന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഇട്ടത് കുറച്ച് ബട്ടറ്, പിന്നെ കുറച്ച് മൈദപ്പൊടി, പിന്നെ അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാലൊഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് എന്താ പറയാൻ, പാസ്ത കുറച്ച് വേവിൽ, അതായത് ഒരു 70% അങ്ങനെ എന്തെങ്കിലും വെന്താൽ മതി. ഒരുപാട് വെന്ത് പോയാൽ ഉടഞ്ഞില്ലാതാകും. അപ്പോൾ ഞങ്ങൾ ആ ഒരു വേവിൽ അങ്ങനെ വേവിച്ചെടുത്തായിരുന്നേ. എടുത്തതിന് ശേഷം അതിൽ കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഞങ്ങളുടെ വീട്ടിൽ മേടിക്കാറില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നു, അതെടുത്ത് പൊടിച്ചിട്ടതാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, കുരുമുളക് പൊടിച്ചത് അതിട്ടപ്പോഴത്തേക്ക് ഒരുപാടായിപ്പോയി, നല്ല എരിവായിരുന്നു. കൊച്ചു കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഭയങ്കര എരിവായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്,
കഴിച്ചപ്പോൾ എന്തോ ചിലപ്പം ടേസ്റ്റ് ചിലപ്പോൾ ആ ചീസിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും. സാധാരണ ഞങ്ങൾ അത് എല്ലാം അതിൽ ആഡ് ചെയ്യുന്ന പാക്കറ്റ് കിട്ടുമല്ലോ, ഞങ്ങൾ അതാണ് മേടിക്കുന്നത് എപ്പോഴും. പിന്നെ ഇത് ഉമ്മ അറിയാതെ മേടിച്ചുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കട്ടെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഒരു ദിവസം എടുത്ത് ചെയ്തതാണ്. അപ്പം എൻ്റെ മറ്റേ എന്താ പറയുന്നത്, ടൈം ലാപ്സ് ഇത് പൊട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞു. അത് സ്റ്റിക്ക് ഞാൻ ഫോണൊക്കെ റെക്കോർഡ് ചെയ്ത സ്റ്റിക്കൊക്കെ പൊട്ടിപ്പോയത് താത്തയുടെ മോളാണ് എനിക്ക് പിടിച്ചത്. ഭയങ്കര പാടാണ്, അങ്ങനെ ഒരാളും കൂടെ വേണം. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, ഞാൻ അവിടെ ഫോൺ വെച്ചിരുന്നാൽ മാത്രം മതി, എവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഇത് കൂടെ കൊണ്ട് നടക്കണം, അതൊക്കെ ഭയങ്കര പാട്. അപ്പം ഏകദേശം അതിൻ്റെ ആ പാസ്തയുടെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നേ. പിന്നെ അത് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഒരുപാട് ദിവസം ആവുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്, പക്ഷേ എനിക്കത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്ന, വീട്ടിൽ ഭയങ്കര ബഹളവും കാര്യമൊക്കെ ആയതുകൊണ്ട്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇപ്പം ഈ റെക്കോർഡിൽ തന്നെ ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കാമായിരിക്കും. ഉച്ചയ്ക്കായതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. അങ്ങനെ അതൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഞാൻ അത് സെർവ് ചെയ്യുന്നൊന്നും കാണിച്ചില്ലായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.